ഹലോ, വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ നിയമസഭയില് നമ്മുടെ ധനകാര്യ മന്ത്രി കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ സാറിന് നമ്മള് യൂണിയൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇക്കണോമിക് സർവേ അതിന്റെ തലേ ദിവസം പാർലമെന്റിൽ അവതരിപ്പിക്കാറുണ്ട്. ഇക്കണോമിക് സർവേ റിപ്പോർട്ടാണ് അത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ടോട്ടൽ പെർഫോമൻസ്, ഇനി വരാനിരിക്കുന്ന വർഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, പ്രതീക്ഷിക്കുന്നത്, നമ്മൾക്ക് നേടാൻ കഴിയുന്നത് എന്നൊക്കെയുള്ളതിനെ കുറിച്ചുള്ളൊരു റിപ്പോർട്ടാണ് ഇക്കണോമിക് സർവേ യൂണിയൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ നമുക്ക് ഇക്കണോമിക് സർവേക്ക് പകരം ഇക്കണോമിക് റിവ്യൂ എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, നമ്മുടെ അസംബ്ലിയിൽ അത് പ്രസന്റ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ പ്രസന്റ് ചെയ്തില്ല, ഇന്നാണ് തോന്നുന്നു പ്രസന്റ് ചെയ്തത്. അപ്പോൾ അത് വലിയൊരു സമഗ്രമായുള്ള റിപ്പോർട്ടാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഫൈനാൻസ് മിനിസ്ട്രിയുടെ ധനകാര്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇവിടെ തേണ്ട ഇക്കണോമിക് റിവ്യൂ 2024 വോളിയം 1 ഇംഗ്ലീഷുണ്ട്, മലയാളത്തിലുണ്ട്. വോളിയം 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒത്തിരി പേജുകളാണ്. 600 ചില്ലാനും പേജുകളോ 700 ചില്ലാനും പേജുകളുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പൊതുമേഖലയെക്കുറിച്ചാണ്. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പൊതുവെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് ശരി തന്നെയാണ്. കാരണം ഇവിടെ പറയുന്നത്, ഈ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്, പൊതുമേഖലയിൽ പകുതിയോളം നഷ്ട നഷ്ടത്തിലാണ് റൺ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒറ്റ വർഷം കൊണ്ട് നഷ്ടം 12% മേളിൽ അത് ഇൻക്രീസ് ചെയ്യുകയും കൂടുകയും ചെയ്തിട്ടെന്ന് പറയുന്നത്. ആകെ നഷ്ടം 5383 കോടി രൂപയുടെ നഷ്ടമാണ്. നാലാച്ചു നോക്കുക, എത്രത്തോളം ഭീമാകാരമായിട്ടുള്ള നഷ്ടമാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 കമ്പനികളുടെ പേരാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2023-24 23-24 65 സ്ഥാപനങ്ങളാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. അതിനകത്തിൽ KSRTC ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. KSRTC ആണല്ലോ നമ്മളെപ്പോഴും കേൾക്കാറുള്ളത്. മുഖ്യധാരയിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ KSRTC ആണ്. കാരണം KSRTC നമുക്ക് എവിടെയും കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് KSRTCയെ കുറിച്ച് മാത്രമേ ഏകദേശം അറിവുള്ളൂ. പക്ഷേ 100-ൽ പരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അതിൻ്റെ പകുതിയിൽ കൂടുതലും നഷ്ടത്തിലാണ് എന്നുള്ളതാണ് ആ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. 2023-24 കാര്യമാണ്. 24-25 റിപ്പോർട്ട് വന്നില്ല. അത് 5383.44 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റിനോടൊപ്പം, അല്ലെങ്കിൽ അനുബന്ധിച്ച് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ടാണ് കേട്ടോ. ഞാൻ മുമ്പ് ഇവിടെ കാണിച്ച വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇക്കണോമിക് റിവ്യൂ 2024 ഈ റിപ്പോർട്ട് അനുസരിച്ചാണ്. ജസ്റ്റ് നോക്കാം വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ. ഒത്തിരി പേജസ് ഉള്ളതാണത്. ഏകദേശം റിപ്പോർട്ട് 1 ആണിത്. 692 പേജസ് ഉണ്ട് ഇതിനകത്തിൽ. അപ്പം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി കണ്ടൻസ് ഉണ്ട് ഇതിനകത്തിൽ. എവിടെയെങ്കിലും പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ടോ നോക്കട്ടെ. ട്രാൻസ്പോർട്ട്, എനർജി, ഹൗസിംഗ്, ടൈറ്റിലിനകത്ത് കാണുന്നില്ല, നോക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്. റീസെന്റ് ട്രെൻഡ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾ ഓഫ് അല്ലേ. പബ്ലിക് സെക്ടർ
അത് റിപ്പോർട്ട് എവിടെ നോക്കണം, അത് നമുക്ക് സമയം കളയണ്ട. ഓക്കെ, നമുക്ക് ന്യൂസിലെ റിപ്പോർട്ടൊക്കെ നമുക്ക് പോകാം. അപ്പം 5383.44 കോടി രൂപയുടെ നഷ്ടം ആയിട്ട് വർദ്ധിച്ചു. 22-23 നഷ്ടം 4211.73 കോടിയാണ്. അതിനേക്കാളിൽ 11.9% വർധനമാണ് 2023-24 ഉണ്ടായിട്ടുള്ളത്. അപ്പം നഷ്ടം വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. മൊത്തം 131 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിനെ സ്റ്റേറ്റ് ലെവൽ എന്റർപ്രൈസ് ആണ് അറിയപ്പെടുന്നത്, SLPE, സ്റ്റേറ്റ് ലെവൽ പബ്ലിക് എന്റർപ്രൈസ് ആണ്, സ്റ്റേറ്റ് ലെവൽ പബ്ലിക് എന്റർപ്രൈസ് ആണ്. മറ്റേത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. അത് PSUs ആണ് പൊതുവെ അറിയപ്പെടുന്നത്, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. ഇത് സ്റ്റേറ്റ് ലെവൽ SLPEs എന്നറിയപ്പെടും. അപ്പോൾ ഈ 131 65 നഷ്ടം ആണ്. 65 എന്ന് പറയുമ്പോൾ ഏകദേശം പകുതി ഉണ്ട്. 5-10, 6-12, 13, പകുതിയോളം 131-65 പകുതിയോളം പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് സ്റ്റേറ്റ് ലെവൽ, നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് ലെവൽ പബ്ലിക് എന്റർപ്രൈസും നഷ്ടത്തിലാണ്. അത് 2022-23 11.9% വർധനവ് നഷ്ടത്തിലുണ്ടായിട്ടുണ്ട്. 2022-23 4,411.73 ഇപ്പോൾ 23-24 5,383.44. 24-25 വന്നില്ല, റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഈ നഷ്ടങ്ങൾ ഉണ്ടാക്കിയതിൽ മുൻനിരയിൽ നിൽക്കുന്ന 10 കമ്പനികളുടെ പേരാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന് ഓട്ടോകാസ് ലിമിറ്റഡ്. ഇതൊക്കെ വളരെ റയറായിട്ട് ആരും അങ്ങനെ കേൾക്കാനുള്ള സാധ്യതയില്ല. 10ാമത്തെ ഇതിലുള്ളതാണ്. 1 മുതൽ 10 വരെ. അപ്പോൾ അത് താഴേന്ന് ആണ് തുടങ്ങുന്നത്. അപ്പോൾ കമ്പനിയുടെ വരുമാനത്തിൽ 21-24 സാമ്പത്തിക വർഷത്തിൽ 50.62% ഇടിവുണ്ടായിട്ടുണ്ട്, കുറവുണ്ടായിട്ടുണ്ട്. അത് മുൻവർഷത്തെ 16.96 കോടിയിൽ നിന്ന് വരുമാനം 8.37 കോടിയാണ് കുറഞ്ഞത്. അപ്പോൾ ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ കുറിച്ച് നമുക്കറിയാം. തീർച്ചയായിട്ടും എല്ലാം വെള്ളാനകളാണ്, വൈറ്റ് എലഫൻസ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് ഇത്രയും നഷ്ടം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് നഷ്ടം ഉണ്ടാകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ബ്യൂറോക്രസി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സാധാരണ പ്രൈവറ്റ് മേഖലയിലുള്ള എന്റർപ്രൈസസിൽ നമ്മൾ കാണുന്ന എഫിഷ്യൻസിയും ലീഡർഷിപ്പും ഒന്നും പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല, കേന്ദ്രവുമായി ബന്ധപ്പെട്ട പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെ PSUസിലൊന്നും തന്നെ നമുക്കറിയാം അവിടെ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉണ്ട്. പലതും ഗവൺമെന്റ് വിറ്റിട്ടുണ്ട്, പലതരം ഷെയറുകൾ വിറ്റിട്ടുണ്ട്, പലത് പൂർണ്ണമായിട്ട് വിറ്റിട്ടുണ്ട്. ഡിവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയാം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്. അവിടെ ഒരു ഒരു മിനിസ്ട്രി ഉണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. കെടുകാര്യസ്ഥത, ഇൻഎഫിഷ്യൻസി ഇല്ലേ, യൂണിയൻ പൊളിറ്റിക്സ്, ഇതെല്ലാം ബ്യൂറോക്രസി, ഇതിൻ്റെ എല്ലാം കൂടെ കേളിരംഗമാണ് നമ്മുടെ പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എന്താണ് പറയുന്നത്, ആ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ലാഭം നമുക്ക് പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ മികച്ച പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാനോ ഒട്ടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള അവസരമില്ല നമുക്ക്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ നമുക്കൊരു ചാൻസ് ഇല്ല നമുക്കതിൽ. അപ്പോൾ ഓട്ടോകാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 25.35 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് 15.95 കോടിയിൽ നിന്നാണ് ഈ പറഞ്ഞ 25.35 കോടിയായത്. 58.9% നഷ്ടത്തിലുണ്ടായ വർധനം. രണ്ടാമത്തെ കമ്പനിയാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്. ഇതൊക്കെ കേട്ടുണ്ടായിരിക്കാം നമ്മൾ. ഇവിടുത്തെ നഷ്ടം 27.79 കോടി രൂപയാണ്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ വരുമാനം മുൻവർഷത്തെ 371.88 കോടി രൂപയിൽ നിന്ന് 277.37 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. വരുമാനം കുറഞ്ഞു. മുൻവർഷം 67.91 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ സ്ഥാനത്താണ് കമ്പനി. അത് 2022-23 67.91 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി. അവിടുന്ന് 23-24 27.70 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്.
ലാഭത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് വന്നു. 67.91 കോടി രൂപയുടെ ലാഭം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും 27.79 കോടി രൂപയുടെ. അപ്പം ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ട് നമ്മൾ കാടടച്ച് വെടിവെക്കുകയല്ല. പക്ഷേ എന്നാലും ഓവറോൾ ജനറലി പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന്റെ ഹെൽത്തും പെർഫോമൻസും വളരെ പരിതാപകരമാണെന്നുള്ളത് നമുക്കറിയാം. KSRTCയുടെ കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോൾ KSRTCയിൽ നമ്മൾ യൂണിയന്റെ സാന്നിധ്യവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഴിമതിയും കെടുകാര്യസ്ഥതയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലും ഇതേ അവസ്ഥകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ 9ാമത്തെ വരുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് 27.79 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ സ്റ്റേറ്റ് എക്സ്ചെക്കർ അല്ലെങ്കിൽ ട്രഷറിക്കാണ് ഈ നഷ്ടം, അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ട്രഷറിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത്രയും നഷ്ടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നഷ്ടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്. വരുമാനം കുറവും ചിലവ് കൂടുമ്പോഴാണ് നഷ്ടം ഉണ്ടാകുന്നത്. അപ്പം ചിലവ് കൂടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം അല്ലെങ്കിൽ പോർഷൻ എന്ന് പറഞ്ഞാൽ സാലറിയും പിന്നെ പെൻഷനോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഏരിയാസിൽ. അപ്പോൾ ഏതൊരു കമ്പനിയുടെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ എക്സ്പെൻഡിച്ചറിൻ്റെ നല്ലൊരു പോർഷനും അല്ലെങ്കിൽ നല്ലൊരു ശതമാനവും അല്ല മേജർ പോർഷനും സാലറി എംപ്ലോയീസിൻ്റെ വെൽഫെയർ സാലറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനികളുടെയും എക്സ്പെൻസിൻ്റെ മേജർ പോർഷൻ സ്പെൻഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൻ്റെ കാര്യങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പെൻഷൻ ഉണ്ടെങ്കിൽ പെൻഷനും അതുപോലെ തന്നെ സാലറി മറ്റ് വെൽഫെയർ എക്സ്പെൻഡിച്ചേഴ്സും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തുക അതിനുവേണ്ടി മാത്രം ചിലവാകും. അപ്പോൾ ഇത്രയും തുക ഈ പറഞ്ഞൊരു ഏരിയയിലൊക്കെ മേഖലയിലൊക്കെ നമ്മൾ ചിലവഴിച്ചിട്ടും അതിനകത്തു നിന്ന് ലാഭം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത എത്രത്തോളമാണെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമായിരിക്കത്തില്ല കാരണം എന്നാലും പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ അവിടെ നിൽക്കട്ടെ. ആന്തരികമായിട്ടുള്ള ഘടകങ്ങൾ കാരണമായിരിക്കാം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അടുത്ത മലബാർ സിമെന്റ്സ് ആണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. മലബാർ സിമെന്റ്സ് 28.43 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കടുത്ത മത്സരം വിലയും ബാധിച്ചത് മലബാർ സിമെന്റ്സിന്റെ വരുമാനത്തെ. ഇപ്പം നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിലൊക്കെ സിമെന്റ് കമ്പനീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇല്ലേ? വളരെ അഗ്രഗണ്യമായിട്ടുള്ള സിമെന്റ് കമ്പനീസ് ഉണ്ട്. ACC, അൾട്രാടെക്, അതുപോലുള്ള ഒത്തിരി രാംകോ, ഇങ്ങനെയുള്ള ഒത്തിരി സിമെന്റ് കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ മത്സരിച്ച് പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇതുപോലുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം കടുത്ത മത്സരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയിലുള്ള സിമെന്റ് കമ്പനികളുമായിട്ട് ആയിരിക്കാം. അതുപോലെ തന്നെ വിൽപ്പന മറ്റവർക്ക് അവരുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ സുഗമമായി നടത്തുന്നത് കൊണ്ടും വിഭവങ്ങൾ അവർ കൃത്യമായി ഉപയോഗിക്കുന്നതിനുള്ള നൈപുണ്യമൊക്കെ കൊണ്ട് അവർക്ക് അവരുടെ വിലയെ മാർക്കറ്റിനനുസരിച്ച് കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനൊക്കെ സാധിക്കുന്നു. അപ്പം അതിനോടൊക്കെ മത്സരിച്ച് നിൽക്കുക എന്നുള്ളത് ഇതുപോലുള്ള അഴിമതി കൂത്തരങ്ങായിട്ടുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കടുത്ത മത്സരം വിൽപ്പനയും വിലയെയും ബാധിച്ചു. അത് അവരുടെ വരുമാനത്തെ 4.2% കുറച്ചു. അത് 225.29 കോടി രൂപയാക്കി. മുൻവർഷം 235.29 കോടി രൂപയായിരുന്നു വരുമാനം, റവന്യൂ, സെയിൽസ്. അപ്പോൾ സെയിൽസ് 235.29 നിന്ന് 225.29 കുറഞ്ഞു. 2022-23 നഷ്ടം 23.3 ആയിരുന്നു. അതിപ്പോൾ 28.43 കോടിയായി. കാരണം വരുമാനം കുറഞ്ഞു, സെയിൽസ് കുറഞ്ഞു, റവന്യൂ കുറഞ്ഞു. അപ്പം എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ചെലവിൻ്റെ ഭാഗത്ത് ആ കുറവുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. അടുത്ത ട്രാക്കോ കേബിൾ കമ്പനി, അതിൻ്റെ നഷ്ടം 34.05 കോടി രൂപയാണ്.
23-24 സാമ്പത്തിക വർഷത്തിൽ ട്രാക്കോ കേബിളിന്റെ വരുമാനം കേബിൾ മാനുഫാക്ചറിംഗ് ആയി. ഇതൊക്കെ ഈ പബ്ലിക് സെക്ടർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. കാരണം സ്വകാര്യ മേഖലയിലെ ഈ പറഞ്ഞ ആം, ഇതേ പ്രോഡക്ട്സുകൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒത്തിരി കമ്പനികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. അപ്പം നമ്മളുടെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഉള്ളത് കൊണ്ട് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ മാർക്കറ്റ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്കറ്റിനെ അത് വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊന്നുമില്ല, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ നിന്ന് ഉള്ളത് കൊണ്ട്. അപ്പം മാർക്കറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രൈവറ്റ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ കേബിളിൻ്റെ ഏത് ഏത് ടൈപ്പ് കേബിളാണെന്ന് അറിയത്തില്ല. ട്രാക്കോ കേബിൾ കമ്പനിയാണ്, കേബിൾ മാനുഫാക്ചറിങ് നടത്തുന്നു. അപ്പം കേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന വേറെ ഒട്ടനവധി പ്രൈവറ്റ് മേഖലയിലുള്ള നല്ല നല്ല കമ്പനികളുണ്ടായിരിക്കാം. അതുപോലെ മലബാർ സിമെന്റ് മാനുഫാക്ചറിങ്ങിലുള്ള. അപ്പം അവരുടെ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഏഹ്, ആശ്വാസം നൽകുന്നില്ല. അപ്പം ഉം, ആശ്വാസം കാരണം ഇവരുടെ പ്രസൻസ് നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏം, മറ്റ് പ്രൈവറ്റ് മേഖലയിലുള്ള സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളെക്കാളിലും പിന്നെ ഒരു വ്യത്യ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഇക്കണോമിക് അറ്റ്മോസ്ഫിയർ ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സിസ്റ്റൻസിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പം ഇത് ഇത്രയും നഷ്ടം ഉം, സഹിച്ച് അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങളെ വീണ്ടും വീണ്ടും ലൈവാക്കി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇക്കണോമിക് പ്രിൻസിപ്പിൾസ്, ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ നഷ്ടമാണ്. നമുക്കിതിൻ്റെ ഒരു 10 വർഷത്തെ, 5 വർഷത്തെ, 10 വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇത് ഈ കമ്പനി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം, ഈ കമ്പനികളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ട്രാക്കോ കേബിൾ കമ്പനി 2023 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 42.48 കോടി രൂപയായിട്ട് ഉയർന്നു. പക്ഷേ നഷ്ടം 30.5 കോടി രൂപയിൽ നിന്ന് 34.05 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നഷ്ടവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എക്സ്പെൻഡിച്ചേഴ്സ് വളരെ കൂടിയിട്ടുണ്ട്, ചിലവുകൾ വളരെ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കോമൺ ലോജിക്ക് അല്ലെങ്കിൽ കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ ടെക്സ്റ്റൈൽ ഫീൽഡിൽ, ടെക്സ്റ്റൈൽ ഏരിയ സെഗ്മെന്റിൽ 61.27 കോടി രൂപയാണ്. ഇതൊക്കെ എന്തിനാണ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ നമുക്കറിയത്തില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ് എന്തിനാണ് ടെക്സ്റ്റൈൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കേബിൾ ഉണ്ടാക്കാനും സിമെന്റ് ഉണ്ടാക്കാനും എന്നൊക്കെ നമുക്കറിയില്ല. അതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. ലോജിക്ക് എന്നേ ഉള്ളൂ, കുറേ ആൾക്കാർക്ക് പിന്നെ എന്ത് നഷ്ടമുണ്ടെങ്കിലും കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കുക അല്ലെങ്കിൽ തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ടെക്സ്റ്റൈൽ കോർപ്പറേഷനും മുൻ വർഷത്തെ 67 കോടി രൂപയിൽ നിന്ന് നഷ്ടം നേരിയ കുറവോടെ 61.27 കോടി രൂപയാക്കാൻ സാധിച്ചു. 2022-23 നഷ്ടം 67 കോടി രൂപയായിരുന്നു. 23-24 അത് 61.27 കോടി രൂപയായിട്ട് കുറച്ചിട്ടുണ്ട് നഷ്ടം. പക്ഷെ നഷ്ടമാണ്, പക്ഷെ നഷ്ടം കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ഡിമാൻഡും ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതുമാണ് നഷ്ടത്തിന് കാരണം. കുറഞ്ഞ ഡിമാൻഡും ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതുമാണ്. അപ്പോൾ കുറഞ്ഞ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു കമ്പനി അവർ പരമാവധി ഏതെല്ലാം രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുമ്പോൾ അതെല്ലാം അതിന് ശ്രമിക്കും. ഇനി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ അവർ ഇന്റർനാഷണലി എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാനൊക്കെ ശ്രമിക്കും. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് കമ്പനി ആയതുകൊണ്ട് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി ആണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം കുറഞ്ഞ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ ഡിമാൻഡാണ്? കേരളത്തിലുള്ള ഡിമാൻഡ് ആണെങ്കിൽ കേരളത്തിലാണ് ഇതിന് ഡിമാൻഡ് കുറവെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി ഡിമാൻഡ് കണ്ടുപിടിക്കുക. ഇനി ഇന്ത്യയിലാണ് ഡിമാൻഡ് കുറവെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. അങ്ങനെയല്ലേ കമ്പനികളെല്ലാം അവരുടെ വിജയഗാഥ എഴുതുന്നത്, ഇല്ലേ? ഇപ്പം കേരളത്തിൽ മാർക്കറ്റ് ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുക. ഇനി ഇന്ത്യയിലാണ് മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോവുക. കാരണം ഇന്ത്യക്ക് വെളിയിൽ ഇഷ്ടംപോലെ മാർക്കറ്റുകളുണ്ടല്ലോ, ടെക്സ്റ്റൈൽ ആവശ്യമുള്ള ഇഷ്ടംപോലെ മാർക്കറ്റുകളുണ്ടല്ലോ. അപ്പം അതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ പരിപാടിയുമായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നഷ്ടത്തിൽ മാത്രമേ കലാശിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാൻ പറ്റും. കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കശുവണ്ടിയുമായി ബന്ധപ്പെട്ടാണ് 71.29 കോടി രൂപയുടെ നഷ്ടമാണ്.
കശുവണ്ടി വികസന കോർപ്പറേഷന്റെ നഷ്ടം മുൻ വർഷം 94.30 കോടി രൂപയിൽ നിന്ന് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വരുമാനം 32.64 കോടി രൂപയിൽ നിന്നും 129.84 കോടി രൂപയായതാണ് നഷ്ടം കുറയ്ക്കുക. വരുമാനം കൂടി, പക്ഷേ എന്നാലും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചിലവുകൾ വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വരുമാനം കൂടി, അതായത് 22-23 32.64 കോടി രൂപ ആയിരുന്നു. അത് 129.84 കോടി രൂപയായി. പക്ഷെ നഷ്ടം 94.30 കോടി രൂപയിൽ നിന്ന് 71.29 കോടി രൂപയിലാക്കി. നഷ്ടമുണ്ട്, പക്ഷെ നഷ്ടം കുറച്ചു. അപ്പം അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ചിലവുകൾ ഭാരിച്ചതായിരിക്കും, ചിലവുകൾ വളരെ കൂടുതലായിരിക്കും, ചിലവുകളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ വലിയൊരു പ്രയാസമുള്ള കാര്യമാണത്. ഒരു സ്വകാര്യ മേഖലയിലുള്ള കമ്പനി, ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനി ചെലവ് ചുരുക്കുന്നത് പോലെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ ഒരു ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസമുണ്ട്, നമുക്കറിയാം. അത് ട്രാവൻകൂർ ടൈറ്റാനിയം, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രാവൻകൂർ ടൈറ്റാനിയം നിർമ്മാണ കമ്പനിയായ ട്രാവൻകൂർ ടൈറ്റാനിയത്തിൻ്റെ വരുമാനം 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ 9.88% വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചു. പക്ഷെ നഷ്ടം 75.32 കോടിയായി. 75.32, 2023-24. 22-23 51 കോടി രൂപയായിരുന്ന നഷ്ടം 23-24 75.32 കോടിയായിട്ട് വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് 9.88%. പക്ഷേ നഷ്ടം ആണ്. അപ്പം നഷ്ടമാവുമ്പോൾ അതിനർത്ഥം ബിസിനസ് ആസ് യൂഷ്വൽ, ചിലവ് കൂടുമ്പോൾ നഷ്ടം ഉണ്ടാകും. ഇപ്പോൾ വരുമാനം ഉണ്ടായി വർദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലവ് അതിനേക്കാൾ കൂടുമ്പോൾ തീർച്ചയായിട്ടും നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് സപ്ലൈകോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. സപ്ലൈകോ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അത് നമ്മളുടെ ജനങ്ങളുടെ നിത്യ ജീവിതത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യുന്ന ഒരു മേഖലയാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ വരുമാനം 16.69% ഇടിഞ്ഞ് 4581 കോടി രൂപയെ. വരുമാനം കുറഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ നഷ്ടം 77.89 കോടി രൂപ 2023-24. മുൻ വർഷത്തെ 190 രൂപ എന്ന നഷ്ടത്തിൽ 190 കോടി രൂപ നഷ്ടത്തിൽ നിന്നാണ് കുറച്ച് ഇത്രയും കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, നഷ്ടം കുറച്ചിട്ടുണ്ട്. അപ്പോൾ നഷ്ടം കുറച്ചെങ്കിൽ തീർച്ചയായിട്ടും വരുമാനം കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും. അല്ലെങ്കിൽ ചിലവ് കുറച്ചിട്ടുണ്ടായിരിക്കാം. എങ്ങനെയായാലും നഷ്ടം കുറഞ്ഞിട്ടുണ്ട്. 2022-23 190 കോടി രൂപയുടെ നഷ്ടമായിരുന്നു. അത് 77.89 വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള യൂണിറ്റാണത്. ഇനി നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള KSRTC ആണ്. KSRTC രണ്ടാമത് നിൽക്കുന്ന ലിസ്റ്റിൽ, രണ്ടാമത് നിൽക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയതിൽ രണ്ടാമത് നിൽക്കുന്നത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC നഷ്ടം ഏത് കാലയളവിൽ 1314.05 കോടി രൂപ 2023-24. കോർപ്പറേഷൻ്റെ മൊത്ത വരുമാനം 46.99% വർദ്ധിച്ച് 3185.54 കോടിയായി. വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. പല കോർപ്പറേഷൻ്റെയും വരുമാനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, പക്ഷേ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ചിലവെന്ന് പറയുന്ന ഭാഗം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇതാണ് KSRTC അവസ്ഥ. ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയതിൽ രണ്ടാമത്തെ പട്ടികയിൽ വരുന്നതാണ്. പട്ടികയിൽ രണ്ടാമത് വരുന്നതാണ് 1314.05. ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, കാരണം ഇതിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോയി നഷ്ടം സഹിച്ച് ഇതിനെ നിലനിർത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇൻജസ്റ്റിസാണ്, അനീതിയാണത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ആഘാതങ്ങൾ ഭയങ്കരമാണ്. വെള്ളാനക തന്നെയാണല്ലോ ശരിക്കും പറയാൻ. KSRTC മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള
പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് 65 പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലുള്ളതിൽ 10 ഈ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 10 പട്ടികയിൽ ആദ്യത്തെ 10 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 65 131 മൊത്തം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് 65 ലിസ്റ്റിലാണ് നമ്മൾ ആ 10 എടുത്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുള്ളത്. 2018 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, SPV എന്ന് പറയും. കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. മുൻവർഷം 1043 കോടിയായിരുന്ന നഷ്ടമാണ് ഈ വർഷം 3321.07 കോടിയായത്. വലിയ നഷ്ടമാണ്. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഇതാണ് ലിസ്റ്റിൽ ഒന്നാമത്തെ ഉള്ളത്. 3321.07 കോടി രൂപയാണ്. രണ്ടാമതാണ് KSRTC. ബാക്കിയെല്ലാം 1000 താഴെയാണ്. ബാക്കിയെല്ലാം നഷ്ടത്തിന്റെ അളവ് നമ്മൾ നോക്കുമ്പോൾ മൂന്നാമത് വരുന്ന 77.89 കോടി മുതൽ താപ്പോട്ടാണ്. ആദ്യം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് 3321.07 കോടി രൂപ. രണ്ടാമത് KSRTC. അപ്പോൾ ഇതാണ് നമ്മളുടെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, കേരളത്തിലെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇതിന്റെ ചിത്രം ഇങ്ങനെയാണ് നമുക്ക്. അപ്പം ഇത് ഗവൺമെന്റ് തന്നെ നമ്മുടെ അസംബ്ലിയിൽ ബജറ്റുമായി ബന്ധപ്പെട്ട് അത് ശരിക്കും പറഞ്ഞാൽ ബജറ്റിന് തലേ ദിവസം അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടാണ് ഇക്കണോമിക് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇന്നലെ അവതരിപ്പിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അത് പൊളിറ്റിക്സ്. പക്ഷേ ഈ റിപ്പോർട്ട് അനുസരിച്ച്, ഈ റിവ്യൂ അനുസരിച്ചിട്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ട് വളരെ ആധികാരികമായിട്ടുള്ളതാണ്. 2 റിപ്പോർട്ടുണ്ട്. വോളിയം 1 ഉണ്ട്, വോളിയം 2 ഉണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ അത് നോക്കേണ്ടവർക്ക് അതുമായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ആ ഇക്കണോമിക് റിവ്യൂവിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ഒരു ഭാഗമാണിത്. പൊതുമേഖലയെക്കുറിച്ച് പറയുന്ന ഒരു പോർഷനാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തപ്പി പിടിച്ചെടുക്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വളരെ ബ്രീഫായിട്ടുള്ള ഈ പറഞ്ഞ റിപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഒരു വർഷം കൊണ്ട് ഈ പറഞ്ഞ പൊതുമേഖല സ്ഥാപനങ്ങളുടെ നഷ്ടം 12% എല്ലാത്തിൻ്റെയും കൂടാണ്. ആകെ മൊത്തം ടോട്ടൽ നഷ്ടം 5383. അപ്പം ഇത് 10 ലിസ്റ്റ് മാത്രമേ ഇവിടെ കാണില്ല. 65 സ്ഥാപനങ്ങളാണ് നഷ്ടം രേഖപ്പെടുത്തിയത്. ബാക്കി 55 കിടക്കുന്നേ ഉള്ളൂ. ആ 55 ഈ 55 കൂട്ടി എല്ലാം കൂടെയാണ് 5383 കോടി രൂപയുടെ നഷ്ടം 2023-24 വർഷത്തിൽ ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. ഈ മുൻനിര കമ്പനികൾ എന്ന് പറയുമ്പോൾ നഷ്ടം ഉണ്ടാക്കിയതിൽ മുൻനിരയിൽ നിൽക്കുന്നതാണ് ഈ 10 കമ്പനികൾ എന്ന് പറഞ്ഞാൽ. ഓട്ടോകാസ്റ്റ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, മലബാർ സിമൻസ് ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് എപ്പോഴും. ട്രാക്കോ കേബിൾ കമ്പനി, കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് നമ്മൾ കേൾക്കുന്നതാണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പൊതുവെ കേൾക്കുന്നതാണ്. സപ്ലൈകോ എല്ലാവർക്കും അറിയാവുന്നതാണ്. KSRTC എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ആരും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം. ഈ സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇത്രയും ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം വീഡിയോ ഇവിടെ നിർത്താം. ബജറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ബജറ്റ് നമുക്കറിയാം, ബിസിനസ് ആസ് യൂഷ്വൽ അല്ലേ. കാരണം ബജറ്റ് അവതരിപ്പിക്കുന്നവർ പറയും വളരെ സംസ്ഥാനത്തിൻ്റെ ഇപ്പം യൂണിയൻ ബജറ്റ് ആണെങ്കിൽ ഭരിക്കുന്ന പാർട്ടി പറയും രാജ്യത്തിൻ്റെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന, ഉപകാരപ്രദമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന എന്നൊക്കെ അവതരിപ്പിക്കുന്ന ടീം പറയും. ഓപ്പോസിഷൻ പറയും ബജറ്റിനകത്തിലൊന്നുമില്ല, ഇത് ജനവിരുദ്ധമാണ് അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാണ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പം ആ പതിവ് പല്ലവി ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്തിലെ പൊളിറ്റിക്സ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറയാം.
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാ വർഷവും ഇതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആം, എതിർ ഓപ്പോസിഷൻ പാർട്ടി, പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഈ പറഞ്ഞ പ്രോസസ്സ് നടക്കും. ഈ ബജറ്റ് അവതരിപ്പിക്കും. ഭരിക്കുന്ന ഗവൺമെൻറ് ആരായാലും, മേളിലുള്ള താഴെയുള്ള ആയാലും, ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ അവരുടെ ഇഷ്ടാനുസരണം അവർ ഫണ്ടുകൾ, റിസോഴ്സുകൾ അവർ അലോക്കേറ്റ് ചെയ്യുകയും ഇല്ലേ, വിഭവങ്ങളെ അവർ വിന്യസിക്കുകയും അവരുടെ നയപരിപാടികളനുസരിച്ച് കാര്യങ്ങൾ അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ എവിടെയും എപ്പോഴും കാണുന്നത്. പൊളിറ്റിക്സ് അതിൻ്റെ വഴിക്ക് നടക്കും. ഓപ്പോസിഷൻ പാർട്ടീസ് അവർ പറയാനുള്ളത് പറയും. റൂളിംഗ് പാർട്ടീസ് അവരുടെ ക്ലെയിമുമായിട്ട് അവർ എപ്പോഴും ഉണ്ടാകും. അവർ മാറിയിട്ട് മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പോസിഷൻ പാർട്ടി റൂളിംഗ് പാർട്ടിയായിട്ട് വരുമ്പോൾ അവർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള റൂളിംഗ് പാർട്ടി ഓപ്പോസിഷനിലേക്ക് വരുമ്പോൾ അവർ ചെയ്യുന്നത് ഈ സെയിം സെയിം സീനാണ് നമ്മളെല്ലായിടും കാണുന്നത്, എപ്പോഴും കാണുന്നത് പറഞ്ഞിട്ട്. പക്ഷേ ആ ജനറലായിട്ടുള്ള കോമൺ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിൻ്റെ വഴിക്ക് നടക്കും. ബജറ്റ് അവതരിപ്പിക്കും, ബജറ്റ് അവതരിപ്പിക്കപ്പെടും. അതിൻ്റെ പേരിൽ കുറേ ബഹളങ്ങൾ, കുറച്ച് ബജറ്റ് സെഷനൊക്കെ ഉണ്ടാകും പാർലമെൻറ്റിലും നമ്മുടെ നിയമസഭയിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ബഹളങ്ങളൊക്കെ നടക്കും. കുറേ വെട്ടിത്തിരുത്തലുകളോ അല്ലെങ്കിൽ കുറേ അമെൻമെൻറ്റ്സോ അല്ലെങ്കിൽ ചില ഡിലീഷൻസ്, അഡീഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും ഓവറോൾ ജനറലി കാര്യങ്ങൾ ഇതുപോലെ തന്നെയൊക്കെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ സംശയമില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ചാനൽ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.